ഇസ്രായേൽ ദേശത്ത് ദൈവത്തിൻ്റെ സ്വന്തം ഹൃദയപ്രകാരമുള്ള ഒരു നേതാവിനെ ആ ജനത ആഗ്രഹിച്ചു. രാജാക്കന്മാരും യോദ്ധാക്കളും അധികാരത്തിനായി പോരാടിയപ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടി പതിച്ചത് കൊട്ടാരങ്ങളിലേക്കോ യുദ്ധക്കളങ്ങളിലേക്കോ അല്ല, മറിച്ച് ഒരു സാധാരണ ഇടയ ബാലനിലേക്കാണ്. ബേത്ലഹേമിലെ ശാന്തമായ കുന്നുകളിൽ ദാവീദ് ആടുകളെ മേയിച്ചും കിന്നാരം വായിച്ചും സമയം ചിലവഴിച്ചു. ഇസ്രായേലിൻ്റെ ഭാവി തീരുമാനിക്കുന്ന വിധിയിൽ തൻ്റെ നാമം ഇതിനകം തന്നെ ദൈവത്തിൻ്റെ കൈയാൽ ആലേഖനം ചെയ്തിട്ടുണ്ടെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. ആരും വില കൽപ്പിക്കാതിരുന്ന ആ കുട്ടി താമസിയാതെ ആർക്കും അവഗണിക്കാൻ കഴിയാത്ത പദവി വഹിക്കുന്ന ഒരു മനുഷ്യനാകും. വരൂ, ഒരു ഇടയബാലനിൽ നിന്നും ഇസ്രായേലിൻ്റെ രാജപദവിയിലേക്കുള്ള ദാവീദിൻ്റെ ജീവിതയാത്രയിൽ ഞങ്ങളോടൊപ്പം ചേരൂ. Stories that shine, truth that grows. Welcome to Joy Seeds. ദാവീദിന് മുമ്പ് തന്നെ ഇസ്രായേലിന് ഒരു രാജാവുണ്ടായിരുന്നു, കീശിന്റെ മകനായ ശൗൽ. എന്നാൽ ശൗൽ എങ്ങനെയാണ് രാജസിംഹാസനത്തിലെത്തിയത്? തലമുറകളായി ഇസ്രായേലിന് ഭൂമിയിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നില്ല. ഗിദെയോൻ, ശിംശോൻ, ദെബോറ, ശമൂവേൽ എന്നിവരെ പോലുള്ള ന്യായാധിപന്മാരിലൂടെ ദൈവം അവരെ നേരിട്ട് ഭരിച്ചു. യോന, ഗിദെയോൻ, ശിംശോൻ തുടങ്ങിയവരുടെ കഥകൾ ബൈബിൾ ഹീറോസ് എന്ന പ്ലേലിസ്റ്റിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ അത് കാണുക. പ്ലേലിസ്റ്റിന്റെ ലിങ്ക് താഴെ കമന്റിൽ കൊടുത്തിട്ടുമുണ്ട്. ജനനം മുതൽ തൻ്റെ അമ്മയായ ഹന്ന ദൈവത്തിന് സമർപ്പിച്ച ശമൂവേൽ ഇസ്രായേലിന്റെ അവസാനത്തെ ന്യായാധിപനായി. ദൈവവചനത്താൽ ഇസ്രായേലിനെ നയിച്ചും കൊണ്ട് അദ്ദേഹം പ്രവാചകനായും പുരോഹിതനായും സേവനമനുഷ്ഠിച്ചു. എന്നാൽ ശമൂവേൽ വൃദ്ധനായപ്പോൾ ജനം അസ്വസ്ഥരായി. രാജാക്കന്മാരുടെ കീഴിൽ അണിനിരന്ന ചുറ്റുമുള്ള ജനതകളെ നോക്കി അവർ മറ്റെല്ലാ ജനതകളെയും പോലെ ഞങ്ങളെ ഭരിക്കാൻ ഒരു രാജാവിനെ നിയമിച്ചു തരണമേ എന്ന് ആവശ്യപ്പെട്ടു. അവരുടെ ഈ അപേക്ഷ ശമൂവേലിനെ ദുഃഖിപ്പിച്ചു. പക്ഷേ യഹോവ പറഞ്ഞു, അവർ നിന്നെയല്ല, രാജാവായ എന്നെയാണ് തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ അവരുടെ യഥാർത്ഥ രാജാവായ തന്നിൽ നിന്നും അകന്നു പോകുകയാണെന്ന് മനസ്സിലാക്കിയിട്ടും ദൈവം അത് അനുവദിച്ചു. അങ്ങനെ ദൈവം ശമൂവേലിനെ ശൗലിന്റെ അടുത്തേക്ക് നയിച്ചു. കീശിന്റെ മകൻ ബെന്യാമിൻ എന്ന ചെറിയ ഗോത്രത്തിൽ നിന്നുമുള്ള ധനികനും ആദരണീയനുമായ മനുഷ്യൻ. ബാഹ്യമായി ശൗൽ കിരീടത്തിന് അനുയോജ്യനായി കാണപ്പെട്ടു. ഇസ്രായേലിലെ മറ്റാരേക്കാളും ഉയരമുള്ളവനും ശക്തനും സുന്ദരനും. ആദ്യകാലങ്ങളിൽ അവൻ എളിമയുള്ളവനായിരുന്നു. ശമൂവേൽ അവനെ അഭിഷേകം ചെയ്യാൻ വന്നപ്പോൾ പോലും അവൻ പേടിച്ച് സാധനങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പിൻബലത്തോടെ രാജാവായി ശൗലിൻ്റെ തുടക്കം മികച്ചതായിരുന്നു. അവൻ ഇസ്രായേലിനെ ഒന്നിപ്പിക്കുകയും ശത്രുക്കളുടെ മേൽ അവരെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്തു. എന്നാൽ അഹങ്കാരവും ഭയവും പെട്ടെന്ന് അവൻ്റെ ഹൃദയത്തിൽ നുഴഞ്ഞു കയറി. ഗിൽഗാലിൽ അവൻ അക്ഷമനായി ശമൂവേൽ മാത്രം അർപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു യാഗം അർപ്പിച്ചു. പിന്നീട് അമാലേക്കിനെ പൂർണ്ണമായി നശിപ്പിക്കാനുള്ള ദൈവത്തിൻ്റെ നേരിട്ടുള്ള കൽപ്പന അവൻ ലംഘിച്ച് രാജാവായ ആഗാഗിനെയും ഏറ്റവും നല്ല കന്നുകാലികളെയും അവൻ ഒഴിവാക്കി. ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ ശൗൽ ആത്മാർത്ഥമായി അനുദപിക്കുന്നതിനു പകരം ഒഴിവ് കഴിവുകൾ പറഞ്ഞു. ശമൂവേൽ അവനോട് പ്രഖ്യാപിച്ചു, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്തിൽ നിന്നും തള്ളിക്കളഞ്ഞിരിക്കുന്നു. അന്നു മുതൽ ശൗലിന്റെ പതനം തുടങ്ങി. ശൗൽ കിരീടം ധരിച്ചിരുന്നെങ്കിലും ഇസ്രായേലിന്റെ രാജാവായി ദൈവം ഇതിനകം തന്നെ മറ്റൊരാളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദാവീദിന്റെ കഥ ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. ദൈവത്തിന്റെ പ്രവാചകനായ ശമൂവേൽ ശൗൽ രാജാവിനെ ഓർത്ത് വിലപിച്ചു. സ്വന്തം കൈകൾ കൊണ്ട് അവനെ രാജാവായി അഭിഷേകം ചെയ്ത അദ്ദേഹം ഇപ്പോൾ അഹങ്കാരിയായി അനുസരണക്കേടിലൂടെ തകർച്ചയിലേക്ക് വീഴുന്ന ശൗലിനെ കാണുന്നു. ദൈവത്തിന്റെ ശബ്ദം അദ്ദേഹത്തോട് സംസാരിച്ചു,
ഇസ്രായേലിലെ രാജസ്ഥാനത്തിൽ നിന്നു ഞാൻ ശൗലിനെ തല്ലിയെന്നറിഞ്ഞിരിക്കെ നീ അവനെക്കുറിച്ചു എത്രത്തോളം ദുഃഖിക്കും. കൊമ്പിൽ തൈലം നിറച്ചു പുറപ്പെടുക. ഞാൻ നിന്നെ ബേത്ലേഹേമ്യനായ യിശ്ശായിയുടെ അടുക്കൽ അയക്കും. അവന്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു. ഞാൻ എങ്ങനെ പോകും? ശൗൽ കേട്ടാൽ എന്നെ കൊല്ലും. നീ ഒരു പശുക്കിടാവിനെയും കൊണ്ടുചെന്നു ഞാൻ യഹോവയ്ക്കു യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു എന്നു പറക. യിശ്ശായിയും യാഗത്തിനു ക്ഷണിക്ക. നീ ചെയ്യേണ്ടതു എന്തെന്നു ഞാൻ അന്നേരം നിന്നോട് അറിയിക്കും. ഞാൻ പറഞ്ഞു തരുന്നവനെ നീ എനിക്കായിട്ടു അഭിഷേകം ചെയ്യണം. യഹോവ കൽപ്പിച്ചതുപോലെ ശമൂവേൽ ചെയ്തു. ബെത്ലഹേമിൽ ചെന്നു. പട്ടണത്തിലെ മൂപ്പന്മാർ അവന്റെ വരവിങ്കൽ വിറച്ചും കൊണ്ട് അവനെ എതിരേറ്റു. അവർ ചോദിച്ചു, നിന്റെ വരവ് ശുഭം തന്നെയോ? ശുഭം തന്നെ. ഞാൻ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് എന്നോട് കൂടെ യാഗത്തിന് വരുവിൻ. അവൻ യിശ്ശായിയെയും അവന്റെ മക്കളെയും ശുദ്ധീകരിച്ച് അവരെയും യാഗത്തിന് ക്ഷണിച്ചു. യിശ്ശായിയുടെ വീട്ടിൽ അയാളുടെ പുത്രന്മാർ ഓരോരുത്തരായി ശമൂവേലിന്റെ മുമ്പിലൂടെ കടന്നുപോയി. ഉയരവും കരുത്തുമുള്ളവനായ എലിയാബിനെ ശമൂവേൽ കണ്ടു. അദ്ദേഹം മനസ്സിൽ പറഞ്ഞു, തീർച്ചയായും എന്റെ മുൻപാകെ നിൽക്കുന്നവൻ യഹോവയുടെ അഭിഷക്തനാകുന്നു. അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്. ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല. മനുഷ്യൻ കണ്ണിനു കാണുന്നത് നോക്കുന്നു, ഞാനോ ഹൃദയത്തെ നോക്കുന്നു. പിന്നീട് യിശ്ശായി അബീനാദാബ്, ശമ്മ തുടങ്ങി തന്റെ 7 പുത്രന്മാരെ ശമൂവേലിന് മുമ്പിൽ വരുത്തി. എന്നാൽ ശമൂവേൽ യിശ്ശായിയോട്, യഹോവ ഇവരെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ? ഇനി ഉള്ളതിൽ ഇളയവനുണ്ട്. അവൻ ആടുകളെ മേയ്ക്കുവാൻ പോയിരിക്കുകയാണ്. ആളയച്ച് അവനെ വരുത്തുക. അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കുകയില്ല. ഉടനെ യിശ്ശായി ദാവീദിനെ ആളയച്ചു വരുത്തി. എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയും ആയിരുന്നു. അപ്പോൾ യഹോവ ശമൂവേലിനോട് പറഞ്ഞു, എഴുന്നേറ്റു ഇവനെ അഭിഷേകം ചെയ്യുക. അത് ഇവൻ തന്നെയാകുന്നു. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പ് എടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്മേൽ വന്നു. ശമൂവേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി. യഹോവ അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. അത് അവനെ ഭയവും ആശയക്കുഴപ്പവും കൊണ്ട് അസ്വസ്ഥനാക്കി. ദൈവം അയച്ച ഒരു ദുരാത്മാവ് നിന്നെ ബാധിക്കുന്നുവല്ലോ. ആകയാൽ കിന്നര വായനയിൽ നിപുണനായ ഒരുത്തനെ അന്വേഷിപ്പാൻ തിരുമനത്തുകൊണ്ട് അടിയങ്ങൾക്ക് കൽപ്പന തരണം. എന്നാൽ ദൈവത്തിങ്കൽ നിന്ന് ദുരാത്മാവ് തിരുമേനിക്കുമേൽ വരുമ്പോൾ അവൻ കൈകൊണ്ട് വായിക്കുകയും തിരുമേനിക്ക് ഭേദം വരികയും ചെയ്യും. ശരി, കിന്നര വായനയിൽ നിപുണനായ ഒരുത്തനെ അന്വേഷിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. ബേത്ലഹേമ്യനായ യിശ്ശായിയുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ കിന്നര വായനയിൽ നിപുണനും പരാക്രമശാലിയും യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനുമാവുന്നു. യഹോവയും അവനോട് കൂടെയുണ്ട്. അങ്ങനെ ശൗൽ യിശ്ശായിയുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ആടുകളോടുകൂടെ ഇരിക്കുന്ന നിന്റെ മകൻ ദാവീദിനെ എൻ്റെ അടുക്കൽ അയക്കണമെന്ന് പറയിച്ചു. യിശ്ശായി ഒരു കഴുതയെ വരുത്തി അതിൻ്റെ പുറത്ത് അപ്പം, ഒരു തുരുത്തി വീഞ്ഞ്, ഒരു കോലാട്ടിൻകുട്ടി എന്നിവ കയറ്റി തൻ്റെ മകൻ ദാവീദ് വശം ശൗലിന് കൊടുത്തയച്ചു. ദാവീദ് ശൗലിൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ മുമ്പാകെ നിന്നു. അവൻ അവനോട് വളരെ സ്നേഹമായി. അവൻ അവൻ്റെ ആയുധവാഹകനായി തീർന്നു. ശൗൽ യിശ്ശായിയുടെ അടുക്കൽ ആളയച്ചു. ദാവീദിനോട് എനിക്ക് ഇഷ്ടം തോന്നിയിരിക്കുകൊണ്ട് അവൻ എൻ്റെ അടുക്കൽ താമസിക്കട്ടെ എന്ന് പറയിച്ചു. ദൈവത്തിൻ്റെ പക്കൽ നിന്നും ദുരാത്മാവ് ശൗലിന്മേൽ വരുമ്പോൾ ദാവീദ് കിന്നരം എടുത്തു വായിക്കും. ശൗലിന് ആശ്വാസവും സുഖവും ഉണ്ടാകും. ദുരാത്മാവ് അവനെ വിട്ടുമാറും. ബെത്ലഹേമിലെ ശാന്തമായ കുന്നുകളിൽ നിന്നും രാജകൊട്ടാരത്തിലേക്കുള്ള ദാവീദിന്റെ യാത്ര ആരംഭിച്ചിട്ടേയുള്ളൂ. വിധി തനിക്കായി കരുതി വച്ചിരിക്കുന്നത് അറിയാതെ ശൗലിന്റെ സിംഹാസനത്തിന്റെ നിഴലിൽ തന്റെ കിന്നാരവുമായി ആ ഇടയബാലൻ നിന്നു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, പ്രവാചകനാൽ അഭിഷേകം ചെയ്യപ്പെട്ട, തന്റെ ജനത്തിനു മീതെ ഉയർത്തപ്പെട്ട ശൗൽ ദൈവകൃപയാൽ താൻ ഒരിക്കലും സങ്കല്പിച്ചിട്ടില്ലാത്ത ഉയരങ്ങളിലേക്ക് ഉയർന്നു. എന്നിട്ടും അവന് തന്റെ രാജസ്ഥാനം നിലനിർത്തുവാൻ കഴിഞ്ഞില്ല. കാരണം അഹങ്കാരം, ഭയം, ശാഠ്യം, അക്ഷമ എന്നിവ അവനെ വഴിതെറ്റിച്ചു.
ഇവിടെ ഒരു നിത്യമായ സത്യം ഓർമ്മിപ്പിക്കപ്പെടുന്നു. ദൈവം ബാഹ്യരൂപം, സാമൂഹിക സ്ഥാനം, മനുഷ്യന്റെ അംഗീകാരം എന്നിവ നോക്കിയല്ല ആളുകളെ തന്റെ നിയോഗങ്ങൾക്കായി തിരഞ്ഞെടുക്കുന്നത്. ഒരാളുടെ ശാരീരിക സൗന്ദര്യം, ഉയരം, സമ്പത്ത്, സാമൂഹിക പശ്ചാത്തലം എന്നിവ നോക്കിയല്ല അദ്ദേഹം ഒരുവന്റെ ശക്തി അളക്കുന്നത്. പകരം അവൻ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. ഹൃദയശുദ്ധി, നിഷ്കളങ്കത, ദൈവവിശ്വാസം, പ്രാർത്ഥന, ദൈവഭക്തി എന്നിവ എവിടെയുണ്ടോ അവിടെ വിജയവും ദൈവാനുഗ്രഹവും ഉണ്ടാകുന്നു. അടുത്ത എപ്പിസോഡുകളിൽ ദാവീദിന്റെ രാജവാഴ്ചയിലേക്കുള്ള പാത അടുക്കുമ്പോൾ ഭീമന്മാർ വീഴുന്നതും പുതിയ സൗഹൃദങ്ങൾ കെട്ടിപ്പടുക്കുന്നതും വിശ്വാസം അഗ്നിയിൽ പരീക്ഷിക്കപ്പെടുന്നതും നമുക്ക് കാണാം. ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേരൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കൂടുതൽ ബൈബിൾ അധിഷ്ഠിത കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.